ഹലോ. കാക്കോയ്. എന്താടോ? അതെ, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറയണ്ട് പൊന്നെ. അതെ, ചിലരൊക്കെ പറയണ്ടാക്കോയ്, എന്താ എൻ്റെ പൊന്നിനോട് പറയണ എല്ലാവരും? സ്നേഹിക്കണൊക്കെ തെറ്റാണെന്ന്. അത് ശരിയാണോ? പഠിച്ചോനെ, അത് ശരിയാണോ എന്നൊന്ന് ചോദിച്ചേ. അത് ശരിയാണോ എന്നൊന്ന് ചോദിച്ചേന്ന്. ആണ്. ഇത്രയും കാലമായിട്ട് ഇല്ലാത്തൊരു സംശയം ഇപ്പോൾ എവിടെ നിന്നാണോ വന്നത്? അതില്ലാക്കോയ്, പറയടോ. നമ്മൾക്ക് നമുക്ക് നമ്മളെ സ്നേഹത്തിന് ചിലരൊക്കെ ഒരു ഒരു ഇഷ്ടക്കേട് പോലെ അയ്യോ, എന്താ ഇപ്പോൾ പറ്റിയ എനിക്ക്? എന്താണെന്നറിയില്ല കാക്കോയ്, എന്തോ പോലെ. എനിക്ക് വോയിസിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഉള്ളിലൊരു വിഷമം പോലെ ആരോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ഇത്രയും കാലം എന്നെ സ്നേഹിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ ഇങ്ങനെ? സ്നേഹിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോന്ന്? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നി? അതെ, ഇവിടെ എല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ എല്ലാരും കൂടി ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ പറയണത് കേട്ടതാ. എടോ, ഓയ്, എത്ര കാലായി അല്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എല്ലാം ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. സ്നേഹിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെന്താണ്? രണ്ടാളും സ്നേഹിച്ച ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ആയിരിക്കും ഇത്. മനസ്സിലായോ? സ്നേഹത്തിന് അങ്ങനെ ലിമിറ്റൊന്നും വെക്കാൻ പറ്റില്ല. അത് ശരിയാ. സ്നേഹത്തിന് ചിലര് സ്നേഹിക്കണത് ഇങ്ങനെ വെറുതെ ഇരിക്കും. നമ്മളോ? നമ്മൾക്കെല്ലാം അറിയുള്ളൂ. നിങ്ങളെങ്ങനെ സ്നേഹിക്കണേ? ഞാൻ സ്നേഹിക്കുന്നത് മനസ്സുണ്ടാണ്. നീയോ? ഞാനതുകൊണ്ട് മാത്രമാണ് സ്നേഹിക്കുന്നത്. ശരിക്കും അതൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയേണ്ട കാര്യമൊന്നുമല്ല. അതെനിക്കറിയാം, എനിക്ക് മുന്നേ അറിയാം നിങ്ങളെന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. പക്ഷെ ഉള്ളിൻ്റെ ഇവിടുത്തെ പേടി. അങ്ങനെയാണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ സ്നേഹത്തിനെ ഇവിടെ ചിലർക്കൊരു ഇഷ്ടമില്ലാത്തൊരു, പക്ഷെ നമുക്ക് അങ്ങനെ എതിർപ്പില്ലേ? അതെങ്ങനെ ഉണ്ടാവില്ലേ? ശരിക്കും നമ്മുടെ സ്നേഹമൊന്നും ആർക്കും അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ചൊക്കെ മനസ്സിലാവും അല്ലേ? നമ്മുടെ സ്നേഹമല്ലേ എല്ലാവരും ഇങ്ങനെ അംഗീകരിച്ചെങ്കിൽ എത്ര നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നം കാണാനേ പറ്റുള്ളൂ അല്ലേ? സ്വപ്നങ്ങൾക്ക് ചിറക് മുളച്ചാലേ അതിന് പറന്നുയരാനുള്ള കഴിവുണ്ടാവുള്ളൂ. അതറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ സ്വപ്നം കാണാനേ കഴിയുള്ളൂ. മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയമില്ല.